ഓക്കെ ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടെക്സ്റ്റ് ഇതാണ് കേട്ടോ, ബ്രിട്ടീഷ് റൊമാൻറ്റിക് ലിറ്ററേച്ചർ ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള റൊമാൻറ്റിക് ഏജ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ റൊമാൻറ്റിക് കാലഘട്ടത്തിൽ തന്നെയുള്ള ജോർജ് ക്രാബിന്റെ ദ വില്ലേജ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ആണ് കേട്ടോ. ദ വില്ലേജ് എന്ന് പറയുന്ന ബുക്ക് 1 ആണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് എന്താണ്, ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്ന് പറയുന്ന ഒരു ജോണറിൽ പെട്ടിട്ടുള്ള ഒരു വർക്കാണ് ദ വില്ലേജ് ബുക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടും എന്തിനെ കുറിച്ചായിരിക്കും, ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ കൂടുതലായിട്ട് വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കാറ്റഗറി ഓഫ് പോയട്രി ആണ് നമ്മൾ ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വില്ലേജ് ബുക്ക് ജോർജ് ക്രാബിന്റെ ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ബുക്കാണ്. അപ്പൊ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്, പ്രൈസ് ചെയ്യുക അല്ലെ, നമ്മുടെ ഭൂമി ലാൻഡ്സ്കേപ്പിനെ പ്രൈസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇവിടെ എന്താണ് ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. Topographical poetry is a genre of poetry that describes and often praises a landscape or a place അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്ന് പറയുന്നതെങ്കിൽ ഒരു ജോണർ ഓഫ് പോയട്രി ആണ്. അത് എന്തിനെ കുറിച്ചാണ് കൂടുതലായിട്ടും പറയുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൈസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പ്, നമ്മുടെ പ്ലേസിനെയൊക്കെ കൂടുതൽ വർണ്ണിച്ചുകൊണ്ട് പറയുന്നു. കോമൺ എസ്തെറ്റിക് രജിസ്റ്റേഴ്സ് ഓഫ് വിച്ച് ടോപ്പോഗ്രഫിക്കൽ പോയട്രി മേക്ക് ഇൻ പാസ്റ്ററൽ ഇമേജറി, ദ സബ്ലൈം ആൻഡ് ദ പിക്ചറസ്ക്യൂ. അപ്പോൾ കൂടുതലായിട്ടും വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ പ്രകൃതിയുടെ കാര്യങ്ങളാണ് കൂടുതലും അതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. അതുപോലെ പാസ്റ്ററൽ ഇമേജറി അല്ലെ, ഇടയന്മാരും അല്ലെ ആ മൃഗങ്ങളെ വളർത്തിയിട്ട് ഇടയന്മാരുടെ കാര്യമൊക്കെ നമ്മൾ ഇതിൽ പഠിക്കാറുണ്ട് പോയട്രിയിലെ, പാസ്റ്ററൽ എലജി ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ എന്താണ് ഈ ഒരു പോയട്രിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തതായിട്ട് ഈ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ the early topographical poems of the 17th century and 18th century centered on urban locales of power and often described aspects of the city such as buildings, major rivers and parks. Later, topographical poems written during the Romantic period moved away from cities and into the provinces. അപ്പോൾ നേരത്തെയൊക്കെ ഈ ടോപ്പോഗ്രഫിക്കൽ പോയട്രിയിൽ കൂടുതലായിട്ടും എന്തായിരുന്നു, ബിൽഡിങ്സ്, പിന്നെ മേജർ റിവേഴ്സ്, പാർക്സ് അതിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു എഴുതിയിരുന്നത്. പിന്നീട് റൊമാൻറ്റിക് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അതിന് ചെറിയൊരു മാറ്റം സംഭവിച്ചു. We will also understand the 18th century tradition of topographical poetry and scholarly perspectives and responses on the village. അപ്പം നമ്മൾ ഈ ഒരു വർക്കിൽ എന്താണ്, ആ ഒരു 18th സെഞ്ചുറിയിലെ ഈ ടോപ്പോഗ്രഫിക്കൽ പോയട്രിയുടെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ഈ ഒരു പോയത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഇപ്പൊ എന്താണ് ടോപ്പോഗ്രഫിക്കൽ പോയട്രി എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഈ ഒരു വർക്ക് ഏത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത് അല്ലെ. പിന്നെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഈ ജോർജ് ക്രാബിനെ പറ്റിയുള്ളൊരു അല്ലെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും അതുപോലെ വർക്കിനെ പറ്റിയുള്ളൊരു ഇൻട്രൊഡക്ഷനും കേട്ടോ. നോക്കാം. ജോർജ് ക്രാബ്സ് 1754 തൊട്ട് 1832 വരെയാണ് അദ്ദേഹത്തിന്റെ ഒരു ലൈഫ് പീരീഡ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൊമാൻറ്റിക് പീരീഡ് ഏത് കാലഘട്ടങ്ങളിലാണ് അല്ലെ. ഏതായിരുന്നു റൊമാൻറ്റിക് പീരീഡിന്റെ കാലഘട്ടം, ഓർമ്മയുണ്ടോ ഏതായിരുന്നു? ഏതാണ്? 1798 തൊട്ട് 1832 വരെയാണ് അല്ലെ റൊമാൻറ്റിക് ഏജ് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹവും എന്താണ് 1504 തൊട്ട് 1832 വരെ ഉണ്ട് അല്ലെ. അപ്പൊ അദ്ദേഹവും റൊമാൻറ്റിക് ഏജിലുള്ള ഒരു റൈറ്ററാണ് അല്ലെ. അപ്പോൾ ജോർജ് ക്രാബിന്റെ ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് കാലഘട്ടത്തിലാണ്? 1783 അല്ലെ. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ഏത് കാറ്റഗറിയിൽ പെടുത്താം? നമുക്ക് 98 തൊട്ടാണ് നമ്മുടെ റൊമാൻറ്റിക് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 83 നമുക്ക് ഏർലി റൊമാൻറ്റിക് പോയറ്റ്സിന്റെ കൂടെ അദ്ദേഹത്തിന് നമുക്ക് പെടുത്താനായിട്ട് പറ്റും അല്ലെ. റൊമാൻറ്റിക് കാലഘട്ടത്തിന് തൊട്ട് മുമ്പുള്ള റൈറ്റർ അല്ലെ. അപ്പോൾ 1783 അദ്ദേഹത്തിന്റെ ഈ ഒരു ഏതാണ് ദ വില്ലേജ് ബുക്ക് എന്ന് പറയുന്ന ഒരു പോയം പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. It is an 18th century Augustan topographical poetry. This poem is believed as a poetic response to Goldsmith Deserted Village. അപ്പോൾ ഇദ്ദേഹം ഈ പോയം എഴുതിയിട്ടുള്ളത് എന്തിന് റെസ്പോൺസ് ആയിട്ടാണ്, അതായത് എന്തിന് മറുപടി ആയിട്ടാണെന്ന് പറയുന്നത്, നമ്മുടെ ഗോൾഡ് സ്മിത്തിന്റെ ഡെസേർട്ടഡ് വില്ലേജ് എന്ന് പറയുന്ന ഒരു പോയത്തിന്റെ റിപ്ലൈ ആയിട്ടാണ് അദ്ദേഹം ഈ ദ വില്ലേജ് എന്ന് പറയുന്ന പോയം എഴുതിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. Which narrate the remorseful decline of an agricultural economy
ബ്രൗട്ട് ഓൺ ബൈ ദ വൈസസ് ഓഫ് മെർക്കന്റലിസം. അപ്പോൾ ഈ ഡെസേർട്ടഡ് വില്ലേജിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്? റിമോഴ്സ്ഫുൾ ഡിക്ലൈൻ ആണ്, അതായത് പശ്ചാത്താപം അല്ലെ. അപ്പോൾ ആ ഒരു നാശം എന്തിനെ കുറിച്ചാണ്? ഓഫ് ആൻ അഗ്രികൾച്ചറൽ ഇക്കോണമി നശിച്ച് പോകുന്ന ആ ഒരു കാര്യത്തിനെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഡെസേർട്ടഡ് വില്ലേജ് എന്ന ആ ഒരു വർക്കിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് വെൽത്ത് ആൻഡ് കോൺസിക്വന്റ് ഇക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ്. അതുപോലെ തന്നെ എന്തുണ്ട്? അഗ്രികൾച്ചറിന്റെ നാശം, അതുപോലെ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് വെൽത്ത് അല്ലെ, നമ്മുടെ സ്വത്തിലും ഒക്കെയുള്ള ആ ഒരു കറപ്ഷൻ, അതിനെ കുറിച്ചൊക്കെ അതിനുള്ളിൽ പറയുന്നുണ്ട്. ആൻഡ് കോൺസിക്വന്റ് ഇക്കോളജിക്കൽ ഡിസ്റ്റർബൻസസ്, അതുപോലെ നമ്മുടെ ഇക്കോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. അപ്പൊ എല്ലാം അതിലെന്താണ് ഈ ഒരു ഡെസേർട്ടഡ് വില്ലേജ് എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ പറയുന്ന ആ ഓരോ കാര്യങ്ങൾക്കുമുള്ള മറുപടി ആയിട്ടാണ് നമ്മുടെ ദ വില്ലേജ് എന്ന് പറയുന്ന ബുക്ക് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. ക്രാബ് ഡെവലപ്ഡ് ദ ആന്റി പാസ്റ്റൽ സ്ട്രെയിൻ ഇൻ ദിസ് പോയം, അതിനൊരു മറുപടി ആയിട്ട്. So this poem is a far cry from the Augustine Georges, which ecologized country life. Grabs does not name the village in which his poem is based. അതായത് അദ്ദേഹം ഇതിനകത്ത് എന്താ ചെയ്യുക? നമ്മുടെ വില്ലേജിനെ പുകഴ്ത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമ ഭംഗി, ഗ്രാമത്തിലെ ജീവിതത്തിനെയൊക്കെ പുകഴ്ത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ക്രാബ് ഡസ് നോട്ട് നെയിം ദ വില്ലേജ്, അതുപോലെ അദ്ദേഹത്തിന് ഈ വില്ലേജ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ, അതിന് അദ്ദേഹം ഒരു പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല വർണ്ണനകൾ ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കും. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ഹി റെഫേഴ്സ് ടു ഹിസ് ബർത്ത് പ്ലേസ് Aldebrough, Suffolk. The poem sketches of the people, their professions and habits along with the prevalent village vices and poverty go on to give a realistic depiction and help to generate a concrete image of the places and its society. അദ്ദേഹം വരച്ചു വെക്കുന്ന ഈ ഒരു പോയത്തിൽ അവിടുത്തെ ദ പോയം സ്കെച്ചസ് ഓഫ് ദ പീപ്പിൾ, അവിടുത്തെ ജനങ്ങൾ എങ്ങനെയാണ്, അവരുടെ പ്രൊഫഷൻ എങ്ങനെയാണ്, അവരുടെ ആ ഗ്രാമത്തിലെ ജീവിതം എങ്ങനെയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അല്ലെ, ഇപ്പൊ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് തന്നെ എടുത്തു കാണിക്കുക, അല്ലെ മോശപ്പെട്ട അവസ്ഥയിലൂടെയാണെങ്കിൽ പോകുന്നെങ്കിൽ അതും ക്ലിയർ ആയിട്ട് എടുത്തു കാണിക്കുക. പിന്നെ പോവർട്ടി അല്ലെ, അവിടുത്തെ ദാരിദ്ര്യം, അങ്ങനെ എല്ലാം എന്താണ് ഒരു കോൺക്രീറ്റ് ഇമേജ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നു. എന്താണ്? അവിടുത്തെ ആ ഒരു സൊസൈറ്റിയും പ്ലേസും ജനങ്ങളെയൊക്കെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. The poem communicates to urban readers the real hardship and harshness existing rural area. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ പോയം നമ്മളോട് പറയുന്ന എന്താണ്? നമ്മൾ ആ പോയം വായിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന എന്താണ്? The poem communicates to urban readers അല്ലെ, നമ്മുടെ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആളുകളുമായിട്ടാണ് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? ദ റിയൽ ഹാർഡ്ഷിപ്പ് ആൻഡ് ഹാർഷ്നെസ്, അതായത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അല്ലെ അവിടെ ജീവിക്കാനായിട്ട് അവര് നേരിടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതിന്റെ പിന്നിലെ വെല്ലുവിളികളും ഒക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. എക്സിസ്റ്റിംഗ് ഇൻ റൂറൽ ഏരിയ അല്ലെ, ഗ്രാമീണ ജീവിതത്തിൽ ഉള്ള വെല്ലുവിളികൾ. നമ്മൾ പറയും ഗ്രാമത്തിലെ ജീവിതം ഭയങ്കര എളുപ്പമാണെന്ന് പറയും, പക്ഷെ ഇദ്ദേഹം പറയുന്നത് അവിടെയും എന്താണ്, കുറച്ച് ഹാർഷായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് കഷ്ടപ്പാടുകളും കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ അവരും നേരിടുന്നുണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നുണ്ട് ഈ പോയത്തിലൂടെ. Admonishing the fallacy of the city bred who tend to believe that rural life is pristine and harmonious, devoid of corrupt influences of the city. എന്താണ് ഈ ഒരു സിറ്റി ലൈഫ് വളരെ ബുദ്ധിമുട്ടാണ്, വില്ലേജ് ലൈഫ് വളരെ ഈസി ആണെന്ന് ഉപദേശിക്കുന്ന, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ മുമ്പിലേക്കാണ് അദ്ദേഹം ഈ ഒരു ഗ്രാമീണ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അദ്ദേഹം തുറന്നു കാണിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, the poem has an elaborate discussion and demonstration of how rural poverty is mystified and foisted with picturesque quality in cultural productions of the time. പിന്നെ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ, ഈ പോയം എന്തിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ്? ഇലാബറേറ്റ് ദ ഡിസ്കഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹൗ റൂറൽ പോവർട്ടി അല്ലെ, അതായത് ഗ്രാമത്തിലെ ഒരു പോവർട്ടി, അവരുടെ ദാരിദ്ര്യം, അവരുടെ കഷ്ടപ്പാടുകൾ എങ്ങനെയാണ് വളരെ മിസ്റ്റിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര നിഗൂഢമായിട്ട്, വളരെ മനോഹരമായിട്ട് എങ്ങനെയാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നതെന്നും അദ്ദേഹം ഈ പോയത്തിലൂടെ കാണിച്ചു തരുന്നു. ഇൻ ദിസ് സെൻസ് ക്രാബ്സ് ദ വില്ലേജ് ഈസ് റെയർ ആൻഡ് ഡിഫറെന്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ വില്ലേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ മനോഹാരിത മാത്രമാണ് എപ്പോഴും കാണുന്നത് അല്ലെ, നല്ല ഗ്രാമഭംഗി അല്ലെ, നല്ല എന്താണ് ലാൻഡ്സ്കേപ്പ്, പ്ലേസസ് അല്ലെ, നല്ല ഗ്രാമീണ ജീവിതം, അതൊക്കെ കാണുന്നു. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവിലും കൂടെ നമുക്ക് ഗ്രാമീണ ജീവിതത്തെ നോക്കി കാണാമെന്ന് ഈ ക്രാബിന്റെ ദ വില്ലേജ് ബുക്കിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻ ദിസ് സെൻസ്
ക്രാബ്സ് ദ വില്ലേജ് ഈസ് റെയർ ആൻഡ് ഡിഫറെന്റ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർക്ക് വളരെ റെയർ ആണ്, അല്ലെ വളരെ ഡിഫറെന്റ്ലി എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ജോർജ് ക്രാബിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ, വർക്കിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പോയത്തില് അതാണ് ഒരു മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത്, അതിന്റെ തീം അതാണ്. ഇനി നമുക്ക് ഈ പോയത്തിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം കേട്ടോ. എന്താണ്? ദ പോയം ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3 സെക്ഷൻസ്. ഇതൊരു പോയം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പോയം എത്രയായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 3 സെക്ഷൻ ആയിട്ടാണ് ഈ ഒരു പോയത്തിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ദ ഫസ്റ്റ് സെക്ഷൻ വിച്ച് ഇൻക്ലൂഡ്സ് 7 സ്റ്റാൻസാസ്. ആദ്യത്തെ സെക്ഷനിൽ എന്തുണ്ട്? 3 സെക്ഷൻ ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ സെക്ഷനിൽ അവിടെ എന്തുണ്ട്? 7 സ്റ്റാൻസ, അല്ലെ 7 സ്റ്റാൻസ ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ടോക്സ് അബൌട്ട് ദ ഫ്യൂട്ടിലിറ്റി ആൻഡ് falsitations of romantic pastorals in view of the harsh conditions of rustic life. അവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ ഗ്രാമീണ ജീവിതത്തിന്റെ കഠിനമായ ജീവിത സാഹചര്യങ്ങളെ, അല്ലെ അവരുടെ ആ ഒരു ജീവിതവും അതിന്റെ ഹാർഡ്ഷിപ്പും ഒക്കെയാണ് നമുക്ക് ഈ ഫസ്റ്റ് പാർട്ടിൽ പോയിട്ട് തുറന്നു കാണിക്കുന്നത്. ദ സെക്കൻഡ് സെക്ഷൻ ടോക്സ് ഓഫ് ദ arid and harsh landscape. ഈ രണ്ടാമത്തെ സെക്ഷനിൽ എന്താണ്? ഗ്രാമീണ ജീവിതത്തില് ആ ഒരു ലാൻഡ്സ്കേപ്പ്, അല്ലെ ആ ഒരു വരണ്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ്, അല്ലെ വളരെ ഹാർഷ് ആയിട്ടുള്ള, അരിഡ് എന്ന് വെച്ചാൽ എന്താണ്? വരണ്ട, അല്ലെ ഡ്രൈ ആയിട്ടുള്ള. അപ്പൊ അങ്ങനെ ഒരു ഭൂമിയെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പറയുന്നത്. ആ ഒരു ലാൻഡ്സ്കേപ്പിന്റെ വിശദീകരണമാണ് അദ്ദേഹം സെക്കൻഡ് സെക്ഷനിൽ നൽകുന്നത്. ദ തേർഡ് കവർ ദ റൂഡ് ആൻഡ് ഡിപ്രൗഡ് പീപ്പിൾ. ഇനി മൂന്നാമത്തെ സെക്ഷനിൽ എങ്ങനെയാണ്? ഭയങ്കര പരുഷമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ദുഷിച്ച കുറച്ച് ആളുകൾ, അല്ലെ അവിടുത്തെ ഗ്രാമീണ ജീവിതത്തിലെ ആളുകളുടെ ആ ഒരു ദുഷിച്ച ജീവിതം അല്ലെങ്കിൽ ആ ഒരു കഷ്ടപ്പാട് നിറഞ്ഞ ജീവിതത്തെ കുറിച്ചുള്ള കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആണ് അദ്ദേഹം മൂന്നാമത്തെ പാർട്ടിൽ നൽകുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് പോയത്തിനെ സംബന്ധിച്ച്? പോയം ഈസ് ഡിവൈഡഡ് ഇൻറ്റു 3 സെക്ഷൻസ്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ഓരോ സെക്ഷനിലും എന്തൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സെക്ഷന് ഇവിടെ ഓൾറെഡി പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇൻവെക്റ്റീവ്സ് ഓൺ പോയറ്റിക് ഇമാജിനേഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെയാണ് ആദ്യമായിട്ട് പോയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇനി സെക്കൻഡ് സെക്ഷൻ എന്താണ്? ലാൻഡ്സ്കേപ്പ് ആൻഡ് ടോപ്പോഗ്രഫി. അവിടുത്തെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചുള്ള വർണ്ണനകളാണ് സെക്കൻഡ് സെക്ഷനിൽ കൊടുക്കുന്നത്. എവിടത്തെയാണ്? വില്ലേജ് ലൈഫ് അല്ലെങ്കിൽ റൂറൽ ലൈഫിലെ വർണ്ണനകൾ കേട്ടോ. ഇനി തേർഡ് എന്താണ്? വില്ലേജ് ഇൻമേറ്റ്സ്. ഇൻമേറ്റ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെ അന്തേവാസികൾ എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഗ്രാമത്തിലെ ആൾക്കാരുടെ സ്വഭാവങ്ങൾ, അവരുടെ ജീവിതം എങ്ങനെയാണെന്നാണ് തേർഡ് സെക്ഷനിൽ നമ്മളോട് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ പോയത്തിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ഒരു സെക്ഷൻ എടുക്കുകയാണെങ്കിൽ പോയറ്റിക് ഇമാജിനേഷൻ, അതായത് ഫ്യൂട്ടിലിറ്റി ആൻഡ് ഫോൾസിറ്റേഷൻസ്, അതായത് അവിടുത്തെ കഠിനമായ ജീവിത സാഹചര്യങ്ങൾ, അത് എന്തൊക്കെയാണ് ഈ പോയറ്റ് തുറന്നു കാണിക്കുന്നത് നോക്കാം. ഓക്കെ, ക്രാബ് മെൻഷൻസ് റീസൺസ് ഓഫ് റൈറ്റിംഗ് ദ പോയട്രി. He prepared to describe the life of the poor, the hard labor and the worries of young peasants in the village. അപ്പൊ നമ്മുടെ വില്ലേജിലുള്ള ആളുകൾ കൂടുതലും എന്തായിരിക്കും? അവർ അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആളുകളായിരിക്കും, അല്ലെ? അപ്പൊ ഇതിനകത്ത് പോയിട്ട് ആദ്യമായിട്ട് സെക്ഷനിൽ നമ്മളോട് പറയുന്നത് ഹി പ്രിപ്പയർ ടു ഡിസ്ക്രൈബ് ദ ലൈഫ് ഓഫ് ദ പുവർ, അല്ലെ അവിടുത്തെ ആ പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തെയാണ് അദ്ദേഹം ആദ്യത്തെ സെക്ഷനിൽ നമ്മളോട് തുറന്നു കാണിക്കുന്നത്. ദ ഹാർഡ് ലേബർ ആൻഡ് ദ വറീസ് ഓഫ് യങ് പെസൻസ് ഇൻ ദ വില്ലേജ്. അവിടുത്തെ ആളുകളുടെ യങ് ആയിട്ടുള്ള പെസൻസ്, അല്ലെ കൃഷിക്കാരുടെ ആ ഒരു വിഷമങ്ങളും അവരുടെ ആ ഒരു കഷ്ടപ്പാടുകളും ഒക്കെ നമ്മളോട് ഈ ഒരു ഫസ്റ്റ് പാർട്ടിലെ പോയതിൽ നമ്മളോട് കാണിക്കുന്നു. The second stanza continues to play down pastoral poetry and state that the golden age of pastoral poetry. ഇനി അതിന്റെ കൂടെ തന്നെ സെക്കൻഡ് സ്റ്റാൻസിൽ അദ്ദേഹം എന്ത് പറയുന്നുണ്ട്? പാസ്റ്ററൽ പോയട്രി, അതായത് എന്താണ്? ഇടയ ജീവിതം, അല്ലെ മൃഗങ്ങളെ വളർത്തുക, അവരെ മേയ്ക്കുക, അവരുടെ ആ ഒരു ജീവിതമാണ് നമ്മൾ പാസ്റ്ററൽ പോയട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു ഇടയന്മാരുടെ ജീവിതം അല്ലെങ്കിൽ ഇടയ ജീവിതം, മൃഗങ്ങളുമായിട്ടുള്ള ആ ഒരു മെരുക്കം, അവരെ വളർത്തിക്കൊണ്ടുവരിക, അതുവഴി ഉപജീവനം കണ്ടെത്തുക, അങ്ങനെ ഒരു ലൈഫ് ഓഫ് പീപ്പിൾ അവിടെയുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹം നമ്മുടെ പോയത്തിന്റെ സെക്കൻഡ് പാർട്ടിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ ലൈഫ് ഓഫ് ദ പീപ്പിൾ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കുറച്ചും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് ആ ഒരു സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ, ക്രാബ് നോട്ട് ദാറ്റ് the romantic poets writes about the countryside and rural life as a safe haven full of simplicity, devoid of troubles, only shows their inexperience and ignorance. അപ്പോൾ ഈ ക്രാബിന്റെ അഭിപ്രായത്തിൽ എന്താണ് അദ്ദേഹം പറയുന്നത്? റൊമാൻറ്റിക് പോയറ്റുകളൊക്കെ എന്താ ചെയ്യുന്നത്? അവരുടെ അഭിപ്രായത്തിൽ അവർ ആ വില്ലേജിന്റെ നല്ലൊരു ബ്യൂട്ടി
അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ അല്ലെ നല്ല ഫ്രഷ് എയർ, അല്ലെങ്കിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പിന് ഉടമകൾ, അല്ലെങ്കിൽ നല്ലൊരു സിംപ്ലിസിറ്റി, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നു, അത് മാത്രമാണ് നമ്മളെ എടുത്തു കാണിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ക്രാബ് നോട്ട് ദാറ്റ് the romantic poet write about the countryside and rural life as a safe haven. അല്ലെ, അവര് പറയുന്നത് എന്താണ്, വളരെ സേഫ് ആയിട്ട് വളരെ സമാധാനപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ റൂറൽ ലൈഫിൽ ഉള്ളതെന്നാണ്. ആൻഡ് പിന്നെ ഇദ്ദേഹം എന്താ പറയുന്നത്, devoid of troubles only shows their inexperience and ignorance. He says perhaps they were born and bred in the city and knew little about villages. അപ്പൊ അദ്ദേഹം പറയുന്നതാണ്, അവർക്ക് എന്തായിരിക്കും ചിലപ്പോൾ ഈ ഇത്രയും റൂറൽ ലൈഫിനെ ഇത്രയും വന്നു ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പോൾ എന്താണ് ഈ വില്ലേജ് ലൈഫ് എന്ന് അറിയാത്തത് കൊണ്ടായിരിക്കും അവരത്ര വിശദീകരിച്ച് അതിനെ അത്ര ഭംഗിയാക്കി അത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് വളരെ ഭംഗിയാണെന്ന് മാത്രം എഴുതി വെക്കുന്നത്. പക്ഷെ ആക്ച്വലി അവിടുത്തെ ജീവിതം അതല്ല എന്നാണ് അദ്ദേഹം ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ നമ്മളോട് പറയുന്നത്. ക്രാബ് ഓൾസോ കംപ്ലൈൻസ് ദാറ്റ് the villagers plowed and do hard labor under hostile conditions to make their living. അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, ആക്ച്വലി എന്താണ്, ഈ ഗ്രാമത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഈ റൂറൽ ലൈഫിലെ ജനങ്ങൾ അവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെട്ട് ഹാർഡ് ലേബർ ഒക്കെ ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ഡെയിലി ലിവിങ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. they do not have leisure and free time. അവർക്ക് എന്താണ്, മറ്റേ സിറ്റിയിലുള്ള ആളുകളെ പോലെയുള്ള ലെഷർ ടൈമോ ഫ്രീ ടൈമോ ഒന്നും അവർക്കില്ല. അവർ വളരെ ബുദ്ധിമുട്ടിയാണ് ഓരോ ദിവസവും, അല്ലെ, ഇപ്പൊ 24 മണിക്കൂർ ഉണ്ടെങ്കിൽ 23 മണിക്കൂറും അധ്വാനിക്കുന്ന ഒരു ജനവിഭാഗത്തെയാണ് നമുക്ക് റൂറൽ ലൈഫിൽ കാണാനായിട്ട് പറ്റുക. The poet blames the new economic dispensation for robbing the poor of their earlier life of ease and ideal rambling and replaced it with the full of compulsions of production. അപ്പൊ അദ്ദേഹം അതുപോലെ തന്നെ പറയുന്നത് എന്താണ്, ഈ അഗ്രികൾച്ചറിന്റെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒക്കെ കൂടുതലും വരുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ ഈ ഒരു റൂറൽ ലൈഫിൽ നിന്നാണ്, അല്ലെ. അഗ്രികൾച്ചർ എന്ന് വെച്ചാൽ കൃഷി, അല്ലെ, കൃഷിയോടും അതിന്റെ പ്രൊഡക്ഷനും അല്ലെ ഉൽപാദനം ഒക്കെ വരുന്നത് സാധാരണക്കാരായ ആളുകൾ, അതായത് നമ്മുടെ ഗ്രാമീണ ജീവിതത്തിൽ നിന്നാണ് കൂടുതലും വരുന്നത്. പക്ഷെ അവർക്ക് എന്താണ്, അവരുടെ ആ ഒരു ഡെയിലി ലൈഫിന് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഹാർഡ് ലേബറിനുള്ള ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ അതിനുള്ളൊരു ഒരു സൊല്യൂഷൻ അവർക്ക് കിട്ടുന്നില്ല. അപ്പൊ അതുവഴി എന്താണ്, അവർ നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ആക്ച്വലി അവരുടെ ആ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള അവർക്ക് കിട്ടുന്നുമില്ല. അപ്പൊ ഈ ഒരു നല്ല വശം, അല്ലെ, അതായത് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ആളുകൾക്ക് നന്നായിട്ട് ജോലിയുണ്ട്, അധ്വാനിക്കുന്നുണ്ട്, അത് മാത്രമാണ് ബാക്കിയുള്ളവർ പറയുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാടുകൾ, അവരനുഭവിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടുകൾ, ഹോസ്റ്റൈൽ ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ആരാണ് പറയുന്നത്, ക്രാബിന്റെ ഈ ഒരു പോയത്തിലൂടെയാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോ പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ this poem can also be seen as an extended critic of the limitations of the romantic ideology. അപ്പൊ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ പോയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൊമാൻറ്റിക്സിന്റെ ഐഡിയോളജിക്ക് എതിരുള്ള ഒരു വിമർശനമായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, അല്ലെ. റൊമാൻറ്റിക്സിന്റെ അഭിപ്രായത്തിൽ നേരത്തെ പറഞ്ഞു, അല്ലെ, they explain only the beauty of the landscape in rural life. അവരതിന്റെ ഭംഗി മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്താണ്, അവർക്ക് അതിനെക്കുറിച്ച് റൂറൽ ലൈഫിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അപ്പൊ ഈ പോയത്തിനെ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം, ദിസ് പോയം ക്യാൻ ഓൾസോ ബി സീൻ ആസ് ആൻ എക്സ്റ്റെൻഡഡ് ക്രിട്ടിക്, അല്ലെ, ഒരു കരുതാം. ആർക്കെതിരെയാണ്, ദ ലിമിറ്റേഷൻസ് ഓഫ് ദ റൊമാൻറ്റിക് ഐഡിയോളജി, റൊമാൻറ്റിക് പോയിന്റിന്റെ ചിന്തകളും അവരുടെ ആശയങ്ങൾക്കെതിരെയുള്ള വിമർശനമായിട്ട് നമുക്ക് ഈ പോയിന്റിനെ കരുതാനായിട്ട് സാധിക്കും. Crabbe exclaims of the realistic description of the poor lives as Goldsmith did not. In a contrast to Goldsmith, Crabbe writes about the situation of the poor farmers in painstaking detail. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞു, അല്ലെ, ഗോൾഡ്സ്മിത്തിന്റെ ഏത് പോയായിരുന്നു, ഡെസേർട്ടഡ് വില്ലേജ്, അല്ലെ, ഗോൾഡ്സ്മിത്തിന്റെ ഡെസേർട്ടഡ് വില്ലേജ് എന്നൊരു പോയത്തിനുള്ള റിപ്ലൈ ആയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയം എഴുതിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു പോയത്തിലും എന്ത് മാത്രമേ ഉള്ളൂ, ഗ്രാമീണ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളൊന്നും എടുത്തു കാണിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് എന്ത് പറയാം, ഇൻ എ കോൺട്രാസ്റ്റ് ടു ഗോൾഡ്സ്മിത്തിന്റെ ഒരു പോയത്തിനെതിരായിട്ട് ക്രാബ് റൈറ്റ്സ് അബൌട്ട് ദ സിറ്റുവേഷൻ ഓഫ് ദ പുവർ ഫാർമേഴ്സ്, അല്ലെ, ഇവിടുത്തെ പുവർ ഫാർമേഴ്സിന്റെ ജീവിതമാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. ഇൻ പെയിൻസ്റ്റേക്കിംഗ് ഡീറ്റെയിൽ, അല്ലെ, വളരെ ഹാർഡ് ആയിട്ടുള്ള ജീവിതമാണെന്ന് അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ വരച്ചു കാണിക്കുന്നു. ക്രാബ് ഈസ് മോർ ദ റിയലിസ്റ്റിക് വേറാസ് ഗോൾഡ്സ്മിത്ത് ഈസ് മോർ പോയറ്റിക്, അല്ലെ. ക്രാബ് എന്താണ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹം വളരെ റിയൽ ആയിട്ടുള്ള ജീവിത സാഹചര്യത്തെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പോയത്തിലൂടെ. പക്ഷേ ഗോൾഡ്സ്മിത്ത് അദ്ദേഹത്തിന്റെ ഡെസേർട്ടഡ് വില്ലേജ് എന്ന് പറയുന്ന വർക്കിൽ എന്താണ്, വളരെ പോയറ്റിക് ആയിട്ട്, അല്ലെ, കുറച്ചും കൂടി ഇമാജിനേഷൻ പവർ കൂട്ടിയിട്ടുള്ള ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ റിയൽ ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ,
നമ്മുടെ പോയത്തിന്റെ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് വെച്ചിട്ട് എന്താണ് ഇൻസ്പെക്റ്റീവ് ഓഫ് പോയറ്റിക് ഇമാജിനേഷൻ അല്ലേ. ദ ഹാർഡ്ഷിപ്പ് ആൻഡ് എന്ത് ജീവിതമായിരുന്നു, ദ ഫ്യൂട്ടിലിറ്റി ആൻഡ് ഫോൾസിറ്റേഷൻസ് ഓഫ് ദ ലൈഫ് ഓഫ് ദ വില്ലേജ് പീപ്പിൾ അല്ലെ. വളരെ കഠിനമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ. അപ്പൊ മെയിൻ ആയിട്ടും അവിടുത്തെ ആളുകളുടെ ആ ഒരു ഫാർമേഴ്സിന്റെ ഒക്കെ കാര്യങ്ങളാണ് അദ്ദേഹം മെയിൻ ആയിട്ടും ഇവിടെ എടുത്തു പറയുന്നത് കേട്ടോ. അപ്പൊ അതിന്റെ ഫസ്റ്റ് പാർട്ടില് അത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ പോയത്തിനെ കുറിച്ച് കിട്ടുന്നത്. ഇനി പോയത്തിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരികയാണെങ്കിൽ അല്ലെ എന്തൊക്കെയുണ്ട്, ദ വില്ലേജ് ഇൻമേറ്റ്സ് എന്ന് പറയും അല്ലെ. നമ്മുടെ വില്ലേജ് വില്ലേജ് ഇൻമേറ്റ്സ് അല്ല, രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ലാൻഡ്സ്കേപ്പ് ആണ് അല്ലെ. ലാൻഡ്സ്കേപ്പ് എന്ന് വെച്ചാൽ അവിടുത്തെ ഭൂപ്രകൃതി അല്ലെങ്കിൽ അവിടുത്തെ കൃഷി എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ ആ ഒരു വർക്ക് എങ്ങനെയാണെന്നൊക്കെയാണ് അദ്ദേഹം രണ്ടാമത്തെ സെക്ഷനിൽ നമ്മളോട് പറയുന്നത്. അപ്പോ സെക്ഷൻ 2 ലാൻഡ്സ്കേപ്പ് ആൻഡ് ടോപ്പോഗ്രഫി എന്നാണ് കേട്ടോ. അപ്പൊ ടോപ്പോഗ്രഫി പോയട്രി നമ്മൾ എന്താണ് നേരത്തെ പഠിച്ചു, എന്താണ് ട്രേസസ് ലാൻഡ്സ്കേപ്പ് ഓർ പ്ലേസ്. ഓക്കെ, അപ്പൊ നമുക്ക് ലാൻഡ്സ്കേപ്പ് ആൻഡ് ടോപ്പോഗ്രഫി എന്താണെന്ന് നോക്കാം. ഓക്കെ, എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? Crabbe object the mystification of rural poverty and wants to portray the truth as poets do not. As truth will paint it, its birds will not. On the rural topography, Crabbe writes a meager frowning prose which neither grows nor happy valleys boast. This is a contrast to the poet who represented as a salviarious or the picturesque method, abounding in green pastures and rumbling valleys, hugely popular in this century, but as a meager, frowning cause which neither rose nor happy valleys boast. In the countryside, the poet says instead of the usual pretty scene, one can find the poor or become by labor and how down by time. അത് പകുതി നമ്മുടെ പോയറ്റിൽ നിന്നുള്ള ലൈൻസുകൾ കോട്ട് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കൺട്രി സൈഡിൽ അതായത് നമ്മുടെ ഭൂപ്രകൃതി എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമാണ്, ദ പോയിന്റ് സേസ് ഇൻസ്റ്റെഡ് ഓഫ് ദ യൂഷ്വൽ പ്രെറ്റി സീൻ അല്ലെ. എപ്പോഴും കാണുന്ന ഒരു പ്രെറ്റി സീൻ അല്ലെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലാൻഡ്സ്കേപ്പ് മാത്രമല്ല ഈ ഒരു സീനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. വൺ ക്യാൻ ഫൈൻഡ് ദ പുവർ, എവിടെയാണ് വളരെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. എല്ലായ്പ്പോഴും പറയുന്ന പോലെ റൂറൽ ലൈഫിലെ ആ ഒരു പ്രെറ്റി സീൻ ഇവിടെ അത്ര വിസിബിൾ അല്ല എന്ന് പറയാം. ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ Crabbe says the wilder aspect of landscapes are never addressed. ഇവിടെ എന്താണ് നമ്മുടെ ബ്യൂട്ടി അല്ലെ വില്ലേജിന്റെ ബ്യൂട്ടി എടുത്തു കാണിക്കുന്ന ആ ഒരു വലിയ ലാൻഡ്സ്കേപ്പ് ഒന്നും ഇവിടെ ക്രാബിന്റെ പോയത്തിൽ അത്ര വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. The wintering vegetation which may seem picturesque in poetry may in fact be harmful and counterproductive for farming and crops, the poet writes. ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താണ്, ദ വിൻഡിങ് വെജിറ്റേഷൻ അല്ലെ നല്ല പച്ചപ്പ് നിറഞ്ഞ വെജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു പച്ചപ്പ് അല്ലെ ആ ഒരു മനോഹാരിത. അപ്പൊ ആ ഒരു പച്ചപ്പ് നിറഞ്ഞ സീൻ എന്ന് എന്താണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സാധാരണ പോയറ്റുകളെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. പക്ഷെ അതും എന്താണ് ഇവിടെ ഈ ഒരു നമ്മുടെ ക്രാബിന്റെ പോയത്തില് അതും മിസ്സിംഗ് ആണ്. Crabbe objects unruliness, a random act of crime and rampant disorder and a general state of misdirection that were much visible to the pathless ways that make for the rude landscape of the region. The poet also laments the demise of popular village sport and matches in which the youth actively took part after they were done for the day, showing physical valor and chivalry. ഇനി അദ്ദേഹം പറയുന്നത് ഇവിടുത്തെ ഈ ഒരു ലാൻഡ്സ്കേപ്പില് നേരത്തെ എങ്ങനെയായിരുന്നു, കുട്ടികൾ അല്ലെങ്കിൽ യൂത്ത് ആയിട്ടുള്ള ആളുകൾ ആക്റ്റീവായിട്ട് അവിടുത്തെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഇങ്ങനെ കളിച്ച് നടക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത് അവിടെ മിസ്സിംഗ് ആണെന്ന് അദ്ദേഹം പറയുന്നു. Next, Crabbe also notes how the former lifestyle gradually getting replaced by meaningless labor as the coastal village get embroiled in a new vicious circulation of trade, cargo and transport. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നത് also note how the former lifestyle അല്ലെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ് ഗ്രാജുവലി റീപ്ലേസ്ഡ് ബൈ ദ മീനിങ്ലെസ് ലേബർ അല്ലെ. ഇത് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലെ, ലേബർ കൂടുതലായി നടക്കുന്നുണ്ട് പക്ഷെ എന്താണ് അത് വളരെ മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ജോലി അടിപ്പഴ ഇവിടെ നടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. കോസ്റ്റൽ വില്ലേജസ് ഗെറ്റ് എംപ്ലോയിഡ് ഇൻ എ ന്യൂ വിസിഷ്യസ് സർക്കുലേഷൻ ഓഫ് ട്രേഡ്, കാർഗോ ആൻഡ് ട്രാൻസ്പോർട്ട്. അതുപോലെ കോസ്റ്റൽ വില്ലേജിലൊക്കെ എന്താണ് കൂടുതലായിട്ടും കാർഗോ അല്ലെ ട്രേഡ്, കാർഗോ ആൻഡ് ട്രാൻസ്പോർട്ട് ആണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ മുമ്പത്തെ ഒരു ഫോർമൽ ലൈഫ് സ്റ്റൈൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. The trade and transport also ensue accompanied basis of smuggling, bulgarly and piracy. അതുപോലെ തന്നെ അവിടെ ഇതൊക്കെ കൂടുന്നതനുസരിച്ച് എന്താണ് നമ്മുടെ സൗകര്യം കൂടുന്നതനുസരിച്ച് നമ്മുടെ
കറപ്ഷൻ, ബർഗ്ലറി അല്ലെ, കൊള്ളക്കാരും കച്ചവടക്കാരും ഒക്കെ അവിടെ കൂടിക്കൊണ്ടേയിരിക്കും. അതും അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. The poet says protecting oneself from some such basis is a routine response, just as falling prey to these become inevitable. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? ഈ ഒരു ഓക്കെ, അപ്പൊ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മാറുന്നതനുസരിച്ച് എന്താണ്, ആളുകൾ കൂടുതലായിട്ടും ഈ ഒരു ഇതിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്താ പറയുന്നത്, പ്രൊട്ടക്ടിങ് വൺ സെൽഫ് ഫ്രം സച്ച് ബേസസ്, നമ്മളെ തന്നെ എന്താണ്, നമ്മൾ ആ ഒരു ഡെവിലിഷ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അല്ലെ, അതിലേക്ക് പോകുന്നത് നമ്മൾ തന്നെ തടയുക. റൂട്ടീൻ റെസ്പോൺസസ് ജസ്റ്റ് ആസ് falling prey to these become inevitable. These are artificial and humanificated and they have altered the pure nature is completely and ഇൻറിറ്റബിളി. അപ്പൊ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ പ്യുവർ നേച്ചറിനെ നമ്മൾ എന്താണ്, നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു ഇന്നവറ്റബിൾ ഒരു എന്താണ്, ഒരു കറപ്ഷൻ അല്ലെ, അതിലേക്ക് നമ്മൾ തള്ളിവിടുന്നു. ക്രാബ് മേക്ക് എ സോഷ്യോ ഇക്കണോമിക് അനാലിസിസ് ആസ് ഹി സ്റ്റഡീസ് ഇൻ ഡെപ്ത് ദ ഒക്യുപേഷണൽ ഡെമോഗ്രഫീസ് ഓഫ് ദ പ്ലേസ്. അതുപോലെ തന്നെ അദ്ദേഹം കൂടുതലായിട്ടും ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞ സെക്ഷനിൽ അവിടുത്തെ ഒരു സോഷ്യോ എക്കണോമിക് അല്ലെ, നമ്മുടെ ആ ഒരു സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ എങ്ങനെയാണെന്നും കൂടെ അദ്ദേഹം അവിടെ അനലൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുക എന്താണ്, സോഷ്യോ ഇക്കണോമിക് അനാലിസിസ് ആസ് ഹി സ്റ്റഡീസ് ഇൻ ഡെപ്ത്. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒക്യുപേഷണൽ ഡെമോഗ്രഫീസ്, അവിടുത്തെ ജോലിയുടെ ആ ഒരു ഗ്രാഫും അല്ലെ, ആളുകൾ എങ്ങനെയായിരുന്നു അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്നത്, മുൻപ് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഒരു നില എന്താണ് എന്നൊക്കെ അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു പ്ലേസിനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നു. Fishing has stably evolved as an industry and replaced other occupations and provided employment to the villagers who were earlier engaged in activities which were more organic and natural. അല്ലെ, ഫിഷിംഗ് എന്താണ്, വളരെ ഇപ്പൊ കൂടുതലായിട്ടും ആളുകൾ അതിലേക്ക് എൻഗേജ്ഡ് ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു മോശം വശം എന്താണ്, other occupations and provided employment to the villagers who were earlier engaged in activities which were more organic and natural. കൂടുതലായിട്ടും ഓർഗാനിക് ആൻഡ് നാച്ചുറൽ ആയിട്ട് അഗ്രികൾച്ചറിലും ഫാമിങ്ങിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾ അതൊക്കെ വിട്ടിട്ട് ഫിഷിങ്ങിലേക്ക് കൂടുതലായിട്ടും തിരിഞ്ഞിരിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ആ ഒരു പഠനത്തിൽ നിന്ന് അദ്ദേഹത്തിന് കണ്ടെത്താനായിട്ട് സാധിച്ചു. ഹി ഡസ് നോട്ട് ഹാവ് എ ഗുഡ് ഇംപ്രഷൻ അബൌട്ട് ഫിഷിംഗ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്താണ്, ഈ ഫിഷിങ്ങിലേക്ക് ആളുകൾ തിരിയുന്നതിന് അദ്ദേഹത്തിന് അഭിപ്രായം ഇല്ല. വിച്ച് ഹി ക്ലിയർലി സീസ് ആസ് എ മെർസൻസി ആൻഡ് സാവേജ്. അപ്പൊ അദ്ദേഹം പറയുന്നത് അത്ര ഒരു നല്ലതല്ല. കാരണം ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു, ആളുകൾ കൂടുതൽ നാച്ചുറൽ ആയിട്ട് ഓർഗാനിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ എൻഗേജ് ചെയ്തിരുന്നതാണ്. പക്ഷെ ഇതിപ്പോ ഒക്കെ നശിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നെക്സ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ, the poor are here like slaves in a golden mine, for though they do not even own even a bit, they are exposed to the sight of the wealth all the same. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ പാവപ്പെട്ട ആളുകൾക്ക് എന്താണ്, അവർക്ക് വില്ലേജ് ലൈഫിലെ കാര്യമാണ് കേട്ടോ. പാവപ്പെട്ട ആളുകൾ എന്താ, അവർക്ക് എംപ്ലോയ്മെന്റ് ഉണ്ട് അല്ലെ, അവർക്ക് നല്ല പീസ്ഫുൾ ആയ ഒരു ജീവിതമാണ്, എംപ്ലോയ്മെന്റ്. പക്ഷെ എന്താണ്, ദേ ഓൾവേസ് റിമെയിൻ ദ പുവർ ഇൻ സ്റ്റാറ്റസ്. അവരെപ്പോഴും ആ ഒരു പുവർ സ്റ്റാറ്റസിൽ തന്നെയാണ് റിമെയിൻ ചെയ്യുന്നത്. അവർക്ക് അതിൽ നിന്നും ഒരു ഉയർച്ചയില്ല. റിമെയിൻ ദ സൈറ്റ് ഓഫ് ദ വെൽത്ത് ഓൾ ദ സെയിം. അവരുടെ ആ ഒരു വെൽത്ത് ഒക്കെ എപ്പോഴും ആ ഒരു സെയിം ആയിട്ട് നിൽക്കുന്നു. ആർക്കും ഒരു ഉയർച്ച അവിടെ ഉണ്ടാകുന്നില്ല. ദ പോയറ്റ് പ്രസൻസ് എ പാഷനേറ്റ് but sordid picture of the poor workers who toil daily and shed their sweat so that only a certain few can enjoy a luxurious life. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് എന്താണ്, ഒരുപാട് വിയർത്ത് പണിയെടുക്കുന്ന ആളുകളാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ ജീവിക്കുന്നത്. പക്ഷെ അവർക്ക് എന്താണ്, അവരുടെ ഒരു മെച്ചപ്പെട്ട ഒരു ലക്ഷറി ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, 1 or 2 പീപ്പിളിന് വേണ്ടി മാത്രം അവിടെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. വേറെ ആർക്കും അതിൽ നിന്ന് ഒരു ഉയർച്ച അവിടെ ഉണ്ടാകുന്നില്ല. To reveal the fanciful and unrealistic side to a romantic imagination of the village, Crabbe addresses all those who glorify the village, disclosing the sorry and meager meals which most of the villagers survive on and would not even be touched, left alone eaten by those fanciful poets. Crabbe's wistful recounting of the hardship is only to bring to light the fallacy of heightened imagination, which build the rural life in a manner providing their penury invisible and giving a sense of satisfaction. അപ്പോൾ ഈ ഒരു ക്രാബിന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഈ മറ്റുള്ള പോയിന്റുകൾ എന്താ ചെയ്യുന്നത്, നമുക്ക് വില്ലേജ് ലൈഫ് എന്താണ്, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നത് അല്ലെ, നല്ലതാണ് അവിടെ ജീവിച്ചാൽ നല്ല സിംപ്ലിസിറ്റി ആണ്, നല്ല ഹംബിൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ്, നല്ല പ്യൂർ ആയിട്ടുള്ള എയർ ആണ്, നല്ല വർക്ക് ചെയ്താൽ നല്ല കാശ് കിട്ടും അല്ലെ, നല്ലൊരു സ്വസ്ഥമായിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് ആക്കി നമ്മളെ സമാധാനപ്പെടുത്തുന്നു. പക്ഷെ അതിന്റെ പിന്നിലുള്ള ആക്ച്വൽ ആയിട്ടുള്ള മറുവശം വളരെ പെയിൻസ്റ്റേക്കിംഗ് ആണ്, വളരെ ഡിഫിക്കൽട്ട് ആണ്,
ഹാർഡ്ഷിപ്പ് ഉള്ളതാണെന്നാണ് ക്രാബിന്റെ പോയറ്റിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആൻഡ് ടോപ്പോഗ്രഫി അല്ലെ, അത്രയും കാര്യം അതില് അദ്ദേഹം പറയുന്നത് അവിടുത്തെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയാണ്, കൂടുതലായിട്ടും ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് ദ റൂറൽ ലൈഫ്, റൂറൽ വില്ലേജിലെ ജീവിതത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മുടെ പോയത്തിന്റെ തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഇൻമേറ്റ്സ് എന്നാണ് അല്ലെ. വില്ലേജ് ഇൻമേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ, വില്ലേജിലെ ആളുകൾ അല്ലെ, അവരുടെ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്, എന്നാലും കൂടുതലായിട്ടും ആളുകളെ കുറിച്ചാണ് അദ്ദേഹം തേർഡ് സെക്ഷനിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെയാണ്? ക്രാബ്സ് പോയട്രി ദ മിസറബിൾ ലീവ്സ് ഓഫ് എ വില്ലേജർ ടു റിജക്ട് ദ ക്ലെയിംസ് ഓഫ് ഇഡിയലിക് പ്രസന്റേഷൻ ഓഫ് റൂറൽ ലൈഫ് ബൈ പോയറ്റ് ആൻഡ് പെയിന്റേഴ്സ്. അപ്പൊ ഇവിടെ ക്രാബിന്റെ പോയട്രിയിൽ എന്താണ്, ഈ ഒരു വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു റൂറൽ ലൈഫ് പെയിന്റേഴ്സും മറ്റു പോയിറ്റ്സും ഒക്കെ വരച്ചു വെച്ചിരുന്നു. അതിനെ കംപ്ലീറ്റ് ആയിട്ടും റിജക്ട് ചെയ്യുന്ന ഒരു ക്രാബിന്റെ ഒരു വർക്കിനെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. വൺസ് എ യങ് ആൻഡ് ചിയർഫുൾ വില്ലേജ് ബോയ് who grows old in his village had worked hard on the field as a young man. After he become old, he earns the epithet of the lazy poor from his masters who had exploited him throughout. ഇവിടെ ഈ ഒരു റൂറൽ വില്ലേജിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് എന്താണ്, ഒരിക്കലും ഒരു നല്ല ഒരു വലിയൊരു വെൽത്തി മാൻ എന്ന് പറഞ്ഞൊരു പൊസിഷനിലേക്ക് അവര് ഒരിക്കലും എത്തുന്നില്ല. Someone he had seen as a child has become his master. His daily struggle for survival continues, although death of his old age and disease have received his strength. അല്ലെ, നല്ല ഒരു ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹിസ് ഡെയിലി സ്ട്രഗിൾ അല്ലെ, എല്ലാ ദിവസത്തെയും ആ കഷ്ടപ്പാട് എങ്ങനെയാണ്, ചൈൽഡ് ആയിരിക്കുമ്പോഴും യങ് ആയിരിക്കുമ്പോഴും ഓൾഡ് ഏജിലും എന്താണ്, അതിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഇറ്റ് ഈസ് സ്റ്റേബിൾ, അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ്. He mourns the passion of his friends and cannot tolerate the exploitation and inhuman treatment. അപ്പൊ അദ്ദേഹത്തിന് എന്താണ്, ഈ ഒരു ഇൻഹ്യൂമൻ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അത് അദ്ദേഹത്തിന് ഒരിക്കലും ഒരു എന്താണ് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു കാര്യം അദ്ദേഹത്തിന് ഒരു ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. He finally breathed his last because of disease and desperate old age. അങ്ങനെ എന്ത് ചെയ്യുന്നു, ആ പണിയെടുത്ത് ആ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഓൾഡ് ഏജിൽ വളരെ ബുദ്ധിമുട്ടി മരിക്കുന്നു. Another reality the poet talks about is the exploitation of the villagers by the rude physicians, quacks and fraudsters dupe the sick. അടുത്തതായിട്ട് പറയുന്നത് പണിയെടുപ്പിച്ച് ഒരു തരത്തിൽ ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കുറെ പേര് ചെയ്യും അല്ലെ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അസുഖം മൂലം കുറച്ച് എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പം എന്താണ്, ട്രൂഡ് ബൈ ഫിസീഷ്യൻസ് അല്ലെ, ഡോക്ടേഴ്സിന്റെ വക അല്ലെങ്കിൽ മരുന്ന് ഇവിടെ അസുഖം വന്ന് അതിന് വേണ്ടിയിട്ട് കുറെ എക്സ്പ്ലോയിറ്റേഷൻ ഇവിടെ നടക്കുന്നു. അപ്പോൾ എല്ലാ തരത്തിലും ക്രാബ് എന്താണ്, ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ വില്ലേജ് ലൈഫിനെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. Towards the end of the poem, the poet mourns the life and death of the village. അങ്ങനെ അവസാനം ഈ പോയത്തിന്റെ ഈ ലാസ്റ്റ് സെക്ഷനിലേക്ക് വരുമ്പോൾ അവിടുത്തെ വില്ലേജേഴ്സിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര ദുഃഖം അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. ഇതിന് ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ദ വില്ലേജർ, ഒരു വില്ലേജറിന്റെ ആ ഒരു വില്ലേജിലെ അവരുടെ ലൈഫും ഡെത്തും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ് അദ്ദേഹം പറയുന്നത്. Who spending his entire life without recognition and left silently without making any mark on anybody. അപ്പൊ എന്ത് ചെയ്യുന്നു, അവര് ജനിച്ചപ്പോ മുതല് അവര് ആ ഒരു വില്ലേജില് വളരെയധികം ഹാർഡ്ഷിപ്പില് വളരെയധികം ബുദ്ധിമുട്ടി ജീവിക്കുന്നു. അപ്പൊ മരിക്കുമ്പോഴും എങ്ങനെയാണ്, പ്രത്യേകിച്ച് ആർക്കും അല്ലെ അവരുടെ ഒരു സിഗ്നേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി ഒരു നല്ല വ്യക്തിയായി തീർന്നു എന്ന രീതിയിൽ ആരെ കൊണ്ടും എന്തെങ്കിലും പറയിപ്പിക്കാനോ ഒന്നും നിൽക്കാതെ അവരെന്ത് ചെയ്യുന്നു, സൈലന്റ് ആയിട്ട് അവരവിടുന്ന് വിടവാങ്ങുന്നു. വിത്തൗട്ട് മേക്കിംഗ് എനി മാർക്ക് ഓൺ എനിബഡി, ആരുടെ മേലും ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാക്കാതെ അവർ സൈലന്റ് ആയിട്ട് ജനിക്കുന്നു, മരിക്കുന്നു. ഓൺലി ദ ലൈഫ് ഈസ് ബേസ്ഡ് ഓൺ ഹാർഡ്ഷിപ്പ് ആൻഡ് ഹോസ്റ്റൈൽ, വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജീവിതം മാത്രമാണ് അവർക്ക് അവിടെ ഉള്ളൂ. However, death offers the ultimate release from serfdom. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നതാണ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു കഠിനമായ ജീവിതത്തിൽ നിന്നും ഒരു ഫ്രീഡം കൊടുക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. The stern word of the masters are pointless after the death. അങ്ങനെ ഈ ഒരു മാസ്റ്റേഴ്സിന്റെ അല്ലെ അവർക്ക് മരിച്ചതിന് ശേഷമുള്ള അവരുടെ വാക്കുകൾ ഒന്നാണ് വളരെ കഠിനമാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പൊ ആ ഒരു ലൈൻസ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ, അത് ആ ഒരു പോയിന്റിൽ നിന്നുള്ളൊരു ലൈൻസ് ആണ് കേട്ടോ. After his death, the villagers gather at the graveyard for the service and remember him as they carefully embellish the corpse with the worldly object and belongings he had earlier used. അപ്പൊ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അവർക്ക് എന്താണ്, ഒരു അന്തിമോപചാരമൊക്കെ അർപ്പിച്ച് അവർ ഉപയോഗിച്ച സാധനങ്ങളുമെല്ലാം ആ ഒരു കോപ്സിന്റെ കൂടെ അവര് കളയുന്നു.
While the crowd waits patiently for long hours to rest the dead, the church bell tells poignantly with the reverberating wild screeching of an owl announcing the approach of dusk. എന്തിനാണ് അവർ മരിച്ചു? സാധാരണ പോലെ തന്നെ ഒരു ആവളൊക്കെ ഒന്ന് മുരൾച്ചയൊക്കെ കേട്ടു അല്ലെ, നമ്മുടെ മൂങ്ങയുടെ കൊച്ചൊക്കെ കേട്ടു, രാത്രിയായി, പിറ്റേ ദിവസം എന്നാണ് പതിവ് പോലെ അവർ ജേർണി കണ്ടിന്യൂ ചെയ്തു. The poet ends the book with a desultory note. All the parishioners returning back to their village, forsaking the dead, as a parson felt he had more important tasks to deal with and refused to turn up for such a petty affair after all. അപ്പൊ എല്ലാവരും ആ ഒരു മരണാനന്തര ചടങ്ങിന് ശേഷം പോകുന്നു. പക്ഷെ അവർക്ക് ആർക്കും എന്താണ്, അയാള് അല്ലെ കുറച്ചു കാലം കൂടി ഇവിടെ ഉണ്ടാവേണ്ട ആളാണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ട ആളാണ്, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും അവരുടെ മനസ്സിലൊന്നും യാതൊരുവിധ ഫീലിങ്സും അവർക്ക് ഇല്ല. The poet wants to show the poor villager's misery does not end here, as his mortal body has to wait for another suitable time, which would depend on the convenience of the priest. Thus, the leaves remain trapped within a cycle of violent oppression in the village without any semblance of social justice. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അവിടെ വില്ലേജേഴ്സ് ഒക്കെ എന്തിനാണ് ചെയ്യുന്നത്? അവരുടെ ആ ഒരു മിസറി ഡസ് നോട്ട് എൻഡ് ചെയ്യണം, മരണത്തോടു കൂടിയും അവരുടെ ആ ഒരു മിസറി അവിടെ എൻഡ് ആകുന്നില്ല. എന്താണ് അവിടെ thus a leaf remain trapped within a cycle of violent oppression. അവരുടെ ആ ഒരു ജീവിതം എന്താണ്, പിന്നെയും ഒരു ജനിച്ചു, കുറെ ഹാർഡ്ഷിപ്പിലൂടെ കടന്നുപോയി, മരിച്ചു, അവർക്കൊരു അല്ലെ ഒരു RIP അല്ലെ ഫസ്റ്റ് പീസ് ഒക്കെ കൊടുത്തു, നെക്സ്റ്റ് എന്താണ് ദേ ആർ വെയിറ്റിംഗ്, അവരുടെ ആ ഒരു ജേർണി എന്താണ് പതിവ് പോലെ കണ്ടിന്യൂ ചെയ്യുകയാണ് അല്ലെ. അവർക്ക് എന്താണ് അവരുടെ ഒരു സിഗ്നേച്ചർ അല്ലെ, they do not make any influences of anyone. ആരുടെ മേലും ഒരു ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാക്കാനായിട്ട് അവിടുത്തെ ആളുകൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ ജീവിതം എന്താണ് ആക്ച്വലി വളരെ ദുരിതം നിറഞ്ഞതാണെന്നാണ് ക്രാബ് പോയത്തിലൂടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പോയത്തിന്റെ 3 സെക്ഷന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടോ. അപ്പോൾ ഫസ്റ്റ് അതിന്റെ ടൈറ്റിൽ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. 3 സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഓരോ സെക്ഷന്റെയും ടൈറ്റിൽ ഒന്ന് ഓർത്തിരിക്കുക. ഇൻവെക്റ്റീവ്സ് ഓൺ പോയറ്റിക് ഇമാജിനേഷൻ ഫസ്റ്റ് ടൈറ്റിൽ, സെക്ഷൻ 2 ലാൻഡ്സ്കേപ്പ് ആൻഡ് ടോപ്പോഗ്രഫി, തേർഡ് സെക്ഷൻ വില്ലേജ് ഇമേജസ് കേട്ടോ. അപ്പൊ 3 സെക്ഷൻ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് സെക്ഷനിൽ പറയുന്നത് അവിടുത്തെ ആളുകളുടെ ജീവിതത്തെ, കഠിനമായ ജീവിതം, അതിന്റെ ജീവിത സാഹചര്യങ്ങളെ കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ. ഇനി സെക്കൻഡ് പാർട്ടിൽ ലാൻഡ്സ്കേപ്പ് ആൻഡ് ടോപ്പോഗ്രഫി, അവിടുത്തെ ലാൻഡ്സ്കേപ്പ് അതായത് അവിടുത്തെ സോഷ്യോ എക്കണോമിക്, അവിടുത്തെ ഒക്യുപ്പേഷന്റെ ആ ഒരു അനാലിസിസ് ഒക്കെയാണ് ആ ഒരു സെക്ഷനിൽ നടക്കുന്നത്. ഇനി തേർഡ് സെക്ഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഇമേജ് ആണ്. അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് അല്ലെ, ഒരു ആളെ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് എടുത്താൽ അവരുടെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്ന് തേർഡ് സെക്ഷനിൽ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ തേർഡ് സെക്ഷനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇവിടെ കുറച്ച് വൺ വേർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ വൺ വേർഡുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടെക്സ്റ്റ് വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഈ ഒരു വൺ വേർഡും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വൺ വേർഡിന് വേണ്ടി സമയമൊന്നും കളയണ്ട, ജസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ അതും ഒന്ന് വായിച്ചു നോക്കുക. പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്, അത്ര അധികം ബുദ്ധിമുട്ടുള്ള ലാംഗ്വേജിലൊന്നും എഴുതിയിട്ടുള്ളതല്ല കേട്ടോ. പിന്നെ പോയത്തിന്റെ ഒറിജിനൽ വേർഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. അത് നെറ്റിൽ നിന്നൊക്കെ കിട്ടും അല്ലെ. അപ്പൊ പോയത്തിന്റെ ഒറിജിനൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ പോയത്തിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു ക്രിട്ടിക്കൽ റെസ്പോൺസും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. എന്താണ് ക്രിട്ടിക്കൽ റെസ്പോൺസിൽ പറഞ്ഞിട്ടുള്ളത്? ജോർജ് ക്രാബ്സ് പോയട്രി ക്യാൻ ബി സെഡ് ആൻ എക്സ്റ്റൻഡഡ് ക്രിട്ടിക് ഓഫ് ലിമിറ്റേഷൻസ് ഓഫ് റൊമാന്റിക് ഐഡിയോളജി ആസ് Macton says Crabbe claims to give a realistic description of the lives of the poor that Goldsmith did not. അതായത് ഗോൾഡ്സ്മിത്തിന്റെ ഡെസേർട്ടഡ് വില്ലേജ് എന്ന് പറയുന്ന വർക്കിനെതിരെയുള്ള റിപ്ലൈ ആയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഗോൾഡ്സ്മിത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു വർക്കിൽ പറയാത്ത എല്ലാ കാര്യങ്ങളും, വളരെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ ഒരു വർക്കിൽ പറഞ്ഞിട്ടുണ്ട്. Crabbe described the situation of the poor villager in painstaking detail. അല്ലെ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെ, വളരെ കഠിനമാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ എക്സ്പ്ലെയിൻ ചെയ്തതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. Crabbe is more realistic whereas Goldsmith is more poetic കേട്ടോ. അതൊക്കെ നമുക്ക് ക്രിട്ടിക്കലിനകത്ത് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ക്രാബ് എന്താണ് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മുടെ ഗോൾഡ്സ്മിത്ത് എന്താണ്, ഹി ഈസ് മോർ പോയറ്റിക്. അദ്ദേഹം കൂടുതലും ഇമാജിനേഷനൊക്കെ കൂട്ടി എഴുതിയിട്ടുള്ള ഒരു വർക്കാണ് ദ ഡെസേർട്ടഡ് വില്ലേജ്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ
റെസ്പോൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കിയിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ വേർഷൻ ഓഫ് ദ പോയം ഒന്ന് എടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. പിന്നെ സമ്മറി ഇതിനകത്ത് ഇപ്പം നല്ല ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിലും കുറച്ചും കൂടെ നല്ല നോട്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഈ ഒരു സ്ക്രീൻ ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നോട്ടാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് റീഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഇത് നമ്മൾ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണേ. നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഐഡിയ ട്രാൻസ്മിറ്റഡ് ഇൻ ദ പോയം ദ വില്ലേജ് ബുക്ക് 1? ഈ വില്ലേജ് ബുക്ക് എന്ന് പറഞ്ഞ ഈ പോയത്തിൽ മെയിൻ ആയിട്ടും എന്താണ് ഇതിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത്? എന്താണ്? In the poem mentioned above, the narrator looks at the harsh life many peasants had and the efforts they had to make sure they had enough food to sustain themselves and their families. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ നരേറ്റർ ആ പെസൻസിന്റെ വില്ലേജിലെ ലൈഫിലെ ആളുകളുടെ ഹാർഷ് ആയിട്ടുള്ള ജീവിതത്തെ കുറിച്ചാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്താണ്? അവർ വർക്ക് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? They had enough food to sustain themselves and their families. അവർക്കും അവരുടെ ഫാമിലീസിന് വേണ്ടിയുള്ള ഒരു ഫുഡിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. In the beginning of the poem, the narrator implies that the situation was not always so dire and that in the past the peasants had enough time to enjoy life, to cultivate themselves to an extent. അപ്പോൾ നേരത്തെ അവർക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് അവരുടെ വർക്കൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. However, at one point in history, everything changed and the life of the peasants took a turn for the worse. അങ്ങനെ പിന്നീട് ഒരു കാലഘട്ടം എത്തിയപ്പോൾ ഈ പെസൻസിന്റെ ലൈഫ് വളരെ ബുദ്ധിമുട്ടേറിയ ഒന്നായിട്ട് മാറി. The land itself turning against the people who took care of it. എന്താണ്? ഭൂമി തന്നെ അവർക്കെതിരെ തിരിയാനായിട്ട് തുടങ്ങി. അപ്പോൾ എന്താണ്? പ്രകൃതി മൂലം അവർക്ക് കുറെ നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങി. The main idea transmitted in the poem is that the life of the peasant is an extremely harsh one. ഈ പോയറ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്? ഇവിടെ പെസൻസിന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടേറിയതാണ്. ഫിൽഡ് വിത്ത് എൻലെസ് വർക്ക്. എന്താണ്? വർക്കുകളാൽ നിറഞ്ഞ അല്ലെ വളരെ കഠിനമേറിയ ജോലികളാൽ നിറഞ്ഞതാണ് അവരുടെ ജീവിതം. ആൻഡ് വിത്ത് ലിറ്റിൽ ഡു നോട്ട് റിവാർഡ്സ്. പക്ഷെ എന്താണ്? ആവശ്യത്തിന് റിവാർഡ് അല്ലെ, ആവശ്യത്തിന് പണിക്കൂലി നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയും അല്ലെ. അപ്പൊ ആവശ്യത്തിന് കൂലി ഒന്നും കിട്ടാത്ത ഒരു അവസ്ഥയാണ് അവരുടേത്. Everything seems to work against the peasants while the rest of the world remains oblivious to their suffering. എന്താണ്? അവർക്ക് അവരുടെ ഇനഫ് ആയിട്ടുള്ള അല്ലെ അവരുടെ ആ ഒരു ലേബറിന് ആവശ്യമായിട്ടുള്ള വേതനം അവർക്ക് കിട്ടുന്നില്ല. While their problems are acknowledged, പക്ഷെ അവർക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും ആരും അറിയുന്നില്ല അല്ലെ. അപ്പൊ പെസൻസിന് വളരെ നല്ലതാണ്, അവർക്ക് വളരെ നല്ലൊരു ജീവിതമാണ് കിട്ടുന്നതെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ ആക്ച്വലി എങ്ങനെയാണ്? അങ്ങനെ ഒരു ജീവിതമല്ല അവർക്കുള്ളത്. വളരെ കഠിനമേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് അവര് കടന്നു പോകുന്നത്. The narrator also recognizes that the little anyone can do not help the peasants and to ease the burden. അപ്പൊ നരേറ്ററിന് എന്താണ്? ആരെങ്കിലും ഒന്ന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ അല്ലെ അവരെ ഒന്ന് ആ ഒരു ബർഡൻ ഒന്ന് കുറയ്ക്കാനായിട്ട് സഹായിച്ചിരുന്നെങ്കിൽ എന്ന് നരേറ്ററും ആശിച്ചു പോകുന്നു. ഓക്കെ, അപ്പൊ അത് ഒരു ഷോർട്ട് ആൻസർ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ അതൊന്ന് വായിച്ചു നോക്കണം. ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഇതിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് എത്രയാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ, അത് മതിയാകും. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഐഡിയാസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു പോയാണ് കേട്ടോ. ഇത്ര ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളൊന്നും ഈ പോയത്തിലില്ല.
നമ്മൾ വളരെ കോമൺ ആയിട്ട് ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോലെ തന്നെയുള്ളൂ അല്ലേ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയതിന്റെ സമ്മറി നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ഇങ്ങനത്തെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ വൺ വേർഡിന്റെ കാര്യം പറഞ്ഞത് ആരും മറന്നു പോകണ്ട. വൺ വേർഡ് എങ്ങനെയാണ് എഴുതേണ്ടത്? നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക കേട്ടോ. കാരണം ഇയർ ഓഫ് പബ്ലിക്കേഷൻ, വർക്കിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മളോട് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ റൊമാൻറ്റിക് ഏജിൽ പഠിച്ചപ്പോഴും അവരുടെ വർക്കുകളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത് വർക്ക് എഴുതിയത് ആരാണ്, അതിന്റെ പേര്, ടെക്സ്റ്റിന്റെ പേര് മാത്രമല്ല ഇൻ വിച്ച് ഇയർ ദ ബുക്ക് വാസ് പബ്ലിഷ്ഡ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്രാബിന്റെ ദ വില്ലേജ് പബ്ലിഷ് ചെയ്ത് എന്നാണെന്ന് പഠിക്കുക കേട്ടോ. 1783 കേട്ടോ. 1783 ഇത് പബ്ലിഷ് ചെയ്തത്. 1798 തൊട്ടാണ് നമ്മുടെ റൊമാൻറ്റിക് ഏജ് തുടങ്ങുന്നത്. അപ്പൊ അതിന് മുമ്പുള്ളൊരു പോയറ്റാണ് ഇദ്ദേഹം. അതുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിന് എന്ത് പറയാം? ഏർലി റൊമാൻറ്റിക് പോയറ്റ് എന്ന് അദ്ദേഹത്തിന് വിളിക്കാം കേട്ടോ. അപ്പോൾ വർക്കിന്റെ ഇയർ ഓഫ് പബ്ലിഷിംഗ് ഡേറ്റ് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ ഒറിജിനൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ നിന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ.